വിശ്രമലോകത്തേക്ക് മാറുമ്പോൾ നമുക്ക് ഏറ്റവും പ്രതീക്ഷയുള്ളത് നമ്മുടെ മുത്തഅല്ലിമീങ്ങളും നമ്മൾ പോറ്റു വളർത്തിയ നമ്മുടെ മക്കളുമാണ്. അള്ളാഹു വലിയ സന്തോഷം ആ മുത്തഅല്ലിമീങ്ങളെ കൊണ്ട് അള്ളാഹു ഈ നാടിന് നൽകട്ടെ. അവർ സംഘടിപ്പിച്ച മജ്ലിസ് എന്നത് ഈ മജ്ലിസിൻ്റെ ഏറ്റവും പവിത്രമാണ് എന്നാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയല്ലോ, അദ്ദിബു ഔലാദക്കും അലാ തലാത്തി ഖിസാൽ. നിങ്ങൾ 3 കാര്യം നിങ്ങളെ മക്കൾക്ക് പ്രാക്ടിക്കലായി പഠിപ്പിച്ചു കൊടുക്കണം. അതിൽ ഏറ്റവും പ്രധാനവുമായത് ഹുബ്ബി നബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെ പ്രവാചകരോട്, മുത്തുനബിയോട് എങ്ങനെയാണോ നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എന്നത് നിങ്ങളെ മക്കളിലേക്ക് പ്രകടിപ്പിച്ചു കാണിച്ചു കൊടുക്കണമെന്ന് സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത്, ആ മഹബ്ബത്തിന് അതിരുകളില്ല. ഇവിടെ എല്ലാ സ്നേഹങ്ങൾക്കും അതിരുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത്, സുഇല അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, കൈഫ കാന ഹുബ്ബുക്കും ലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, എങ്ങനെയായിരുന്നു തങ്ങൾക്ക് ഹബീബായ തങ്ങളോട് നബിയോടുള്ള സ്നേഹം എങ്ങനെയായിരുന്നു എന്ന് അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, അഹബ്ബു ഇലൈനാ മിൻ അംവാലിനാ വ ഔലാദിനാ വ ആബാഇനാ വ ഉമ്മഹാത്തിനാ വ മിനൽ മാഇൽ ബാരിദി അലൽ ളമ. എൻ്റെ എല്ലാറ്റിനേക്കാളും, എൻ്റെ മുഴുവൻ സമ്പത്തിനേക്കാളും, എൻ്റെ മക്കളെക്കാളും മാതാപിതാക്കളെക്കാളും എന്ന് വേണ്ട, നമുക്ക് ജീവൻ നിലനിൽക്കാൻ ഏറ്റവും ആവശ്യമുള്ളത് ദാഹസമയത്തുള്ള കുടിനീരാണ്. ഞാൻ ഏറ്റവും ദാഹിക്കുന്ന സമയത്ത് കുടിക്കാൻ ഇഷ്ടപ്പെടുന്ന വെള്ളം, ആ വെള്ളത്തിനേക്കാളും ഞാൻ സ്നേഹിക്കുന്നത് ഹബീബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണെന്ന് അലി റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അത്രമാത്രം സ്നേഹിക്കുകയാണ്. അലി തങ്ങൾ മാത്രമല്ലല്ലോ, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹം എൻ്റെ സ്വശരീരത്തിനേക്കാളും ഞാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഒരു വഴിയിലേക്ക് തിരുത്തിയത് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത്, എല്ലാറ്റിനേക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം നമ്മുടെ ഇഷ്ടമാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനിഷ്ടം നമ്മുടെ അനിഷ്ടമാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു കാര്യത്തിനെ നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ തോന്നിയാൽ നമ്മുടെ ഈമാൻ പൂർണ്ണമല്ല. 1400 കൊല്ലം മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെച്ച ഒരു നന്മയും ഇന്നേ വരെ ഒരാൾക്കും തിന്മയാണെന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. മുത്തുനബി ആ കാലഘട്ടത്തിൽ 1400 കൊല്ലം എന്ന് പറഞ്ഞാൽ അന്നുള്ളത് പലതും ഇന്നില്ല, അല്ലേ? വേണ്ട 100 കൊല്ലം പുറകോട്ട് നോക്കിയാൽ തന്നെ നമ്മുടെ ഈ നന്നമ്പരയിൽ 100 കൊല്ലത്തിൻ്റെ മുമ്പുള്ള മനുഷ്യരുടെ വേഷമല്ല നമ്മൾ ഇന്ന് വേഷമായി സ്വീകരിക്കുന്നത്. അന്നത്തെ ഭാഷയല്ല ഇന്ന് നമ്മൾ ഭാഷയായി സ്വീകരിക്കുന്നത്. അന്നത്തെ സംസ്കാരങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. പലപ്പോഴും നമ്മളിങ്ങനെ പരിമിതിക്കാറുണ്ടല്ലോ, പുതിയ കാലത്ത് പഴയതിനൊന്നും പ്രസക്തിയില്ലാത്ത രീതിയിൽ എല്ലാം കാലഹരണം ചെയ്യപ്പെടുമ്പോൾ 1400 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 1500 തികയ്ക്കുന്ന ഒരു ജന്മം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം 1500 കൊല്ലം മുമ്പ് അവിടുത്തെ ബാല്യപ്രായം മുതൽ, അവിടുത്തെ യൗവനം മുതൽ, അവിടുത്തെ വാർദ്ധക്യം എത്തുന്നതിൻ്റെ മുമ്പെയുള്ള എല്ലാ അവസ്ഥകളെയും ലോകം ഫോളോ ചെയ്യുകയാണ്.
അവിടെ നിന്ന് എങ്ങനെയാണ് ചിരിച്ചിരുത് എന്നത് ആധുനിക മനുഷ്യൻ അത് സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നടത്തം നമ്മൾ ഹബീബായ നബി തങ്ങളുടെ അനുയായികളായ നമ്മൾ തീർച്ചയായും അവിടുത്തെ ഓരോ സെക്കൻഡുകളും ഇഷ്ടപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്നത് മുഴുവനും എൻ്റെ ജീവിതത്തിൻ്റെ ഹരമായി ഒന്ന് നമുക്ക് മാറ്റാൻ കഴിയുന്നു, അന്നാണ് നമ്മൾ മുഅ്മിനാകുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചീത്തയാണെന്ന് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈമാനിൽ അപജയമുണ്ട്. ഞാൻ പറഞ്ഞത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ഇഷ്ടമാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടം തീർച്ചയായും നമ്മുടെ ഇഷ്ടമാകണം. നിങ്ങൾ കണ്ടില്ലേ, സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നിട്ട് പറയുന്നുണ്ട്, വല്ലദീ ബഅസക ബിൽ ഹഖി ലിഇസ്ലാമി അബീ ത്വാലിബ് കാന അഖറഅനി മിൻ ഇസ്ലാമിഹി. അബൂ ഖുഹാഫയായ തൻ്റെ വാപ്പയെ ചർച്ച ചെയ്യുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പയായ അബൂ ഖുഹാഫയെ സംബന്ധിച്ച് ചർച്ച വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എൻ്റെ വാപ്പ അബൂ ഖുഹാഫ ഇസ്ലാമിലേക്ക് വരുന്നതിനേക്കാളും എനിക്കിഷ്ടം അബൂ ത്വാലിബിൻ്റെ ഇസ്ലാമാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താ സിദ്ദീഖ് അങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി, അബീ ത്വാലിബിൻ്റെ ഇസ്ലാം കാന അഖറ ലിഐനിക യാ റസൂലല്ലാഹ്, തങ്ങൾക്ക് ഏറ്റവും സന്തോഷമുണ്ടാകുന്നത് അബൂ ത്വാലിബിൻ്റെ ഇസ്ലാമാകുമ്പോൾ തങ്ങളെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാ അർത്ഥങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടരുക എന്നതാണ് സ്വലാത്തു ചൊല്ലി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അടുപ്പം ലഭിച്ച എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, തങ്ങൾ വണ്ണമായ സ്വഭാവത്തിൻ്റെയും മുകളിലാണ്, തങ്ങൾ ഉത്തമമായ സ്വഭാവക്കാരനാണെന്നല്ല ഈ ആയത്തിലൂടെ അള്ളാഹു ബോധ്യപ്പെടുത്തുന്നത്. അത് പറയേണ്ടതില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പെരുമാറ്റങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിലപാടുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബന്ധപ്പെട്ടതെല്ലാം ഹബീബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദീമാണ്. അലീമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു പറയുകയാണ്, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, നിങ്ങൾക്ക് ഇവിടെ വണ്ണമായ സ്വഭാവമെന്ന് ആരെയെല്ലാം എവിടെയെല്ലാം പറയാൻ പറ്റുമോ അതിൻ്റെ അപ്പുറത്താണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയാം ഈ നാടിൽ ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. അള്ളാഹു എല്ലാവർക്കും ആഫിയത്ത് നൽകുമാറാവട്ടെ. നമ്മളെക്കാളും ഏറ്റവും നല്ല മനുഷ്യർ നമ്മെ ശ്രവിച്ച് ഈ പള്ളിയുടെ പരിസരങ്ങളിൽ വിശ്രമിക്കുന്നുണ്ട്. അള്ളാഹു അവരുടെ ഖബറുകളെ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. എന്നാൽ ഈ നന്മകളെല്ലാം ഇന്നു ഈ നാട്ടിലെന്ന് മാത്രമല്ല, ഈ രാജ്യത്തു എന്ന് മാത്രമല്ല, ആകാശഭൂമിക്കിടയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരുടെയും നന്മകൾ ഒന്നിച്ചു ചേർത്ത് വെച്ചാൽ ആ നന്മകൾക്ക് മുഴുവനും മുകളിലാണ് സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, വണ്ണമായ സ്വഭാവത്തിൻ്റെ മുകളിലാണ് തങ്ങൾ. ഇവിടെ ആരെല്ലാം നല്ല സ്വഭാവങ്ങൾ എടുത്തോ ആ സ്വഭാവങ്ങളെല്ലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ നന്നായി പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ ഉമ്മമാരെ നമുക്കാരെയാണ് ഒരു പ്രതീക്ഷയുള്ളത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹമല്ലാതെ നമുക്ക് എന്താണ് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്? ഈ കാലഘട്ടത്തിലും നമ്മൾ ഈമാനോടുകൂടെ ജീവിക്കുന്നു എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയ കാവലാണ്. അഹല്ല ഉമ്മതഹു ഫീ ഹിർസി മില്ലതിഹി കല്ലൈതി ഹല്ല മഅൽ അഷ്ബാലി ഫിൽ അജമി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് സയ്യിദുനാ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉപമിച്ചത് കാട്ടിൽ നിന്ന് നാട്ടിലെത്തിയ സിംഹരാജാവ് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നത് എത്രമാത്രമാണോ, ഏതൊരു ഉമ്മയും ആ ഉമ്മ ഏറ്റവും കൂടുതൽ ധൈര്യം പുറത്തെടുക്കുന്നത് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അപായമുണ്ടാകുമ്പോഴാണ്. അങ്ങനെയാണല്ലോ കുറുക്കനെ പേടിക്കുന്ന
ഓടി ഏറ്റവും ധൈര്യം സംഭരിച്ച് കുറുക്കൻ്റെ പിന്നാലെ ഓടുന്നത് തൻ്റെ കുഞ്ഞിനെ പിടിക്കാൻ അപായപ്പെടുത്താൻ വരുന്ന കുറുക്കൻ്റെ പിന്നാലെയാണ് എന്നതുപോലെ അപകടം കാത്തു നിൽക്കുന്ന നമുക്ക് നമ്മുടെ അപകടങ്ങളിൽ നിന്ന് സിംഹരാജാവ് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അഭയം നൽകുന്നതിനേക്കാളും അഭയം നൽകുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയല്ലാതെ നമുക്കാരെയാണ് ഇവിടെ സ്നേഹിക്കാനുള്ളത്? എല്ലാ സ്നേഹവും ഒരുപക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് വിനയാകും. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് കാണാം, നീ ആരെ സ്നേഹിക്കുകയാണെങ്കിലും അതിന് പരിധി ഉണ്ടാകണം. അഹ്ബിബ് ഹബീബക ഹൗനമ്മ, നീ ആരെ സ്നേഹിക്കുകയാണെങ്കിലും പരിധി വെച്ചിട്ടേ സ്നേഹിക്കാൻ പാടുള്ളൂ. എല്ലാ സ്നേഹവും ഒരാൾക്കും നൽകിക്കൂടാ, അല്ലേ? ലോകത്ത് അങ്ങനെയാണ്. നമ്മുടെ ഒരു ബിസിനസ് പാർട്ണർ ഉണ്ട്, അവനെ നമ്മൾ നന്നായി സ്നേഹിച്ചു, ഇന്നല്ലെങ്കിൽ നാളെ അവൻ നമ്മുടെ ശത്രുവാകും. അങ്ങനെയാണ്. എല്ലാ സ്നേഹത്തിൻ്റെയും നമ്മുടെ അനുഭവങ്ങളെയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ചിലപ്പോഴൊക്കെ നമുക്ക് സ്നേഹിക്കാൻ ലബ്ധതയുണ്ടാകുന്നത്. നമ്മൾ ഒരുപാട് മനുഷ്യരെ സ്നേഹിച്ചു കുടുങ്ങിയത് കൊണ്ടാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഹ്ബിബ് ഹബീബക ഹുനമ്മ അസാ അൻ യകൂന ബഈദുക യൗമമ്മ. ഏതെങ്കിലും ഒരു ദിവസം നിന്റെ ശത്രുവാകും ആരെ സ്നേഹിച്ചാലും. അപ്പോൾ ആരെ സ്നേഹിക്കുകയാണെങ്കിലും ആ സ്നേഹത്തിനൊരു മിതത്വമുണ്ടാകണം, അല്ലേ? എല്ലാ സ്നേഹങ്ങൾക്കും മിതത്വം ഉണ്ടാകണം. ഒരു പക്ഷേ ഉമ്മമാർ ഒരു മകനെ നന്നായി സ്നേഹിച്ചു, നല്ല സ്നേഹം കൊടുത്ത മകൻ ഒരു പക്ഷേ നമുക്കെതിരെയാകുന്നൊരു ദിവസം ഉണ്ടാകാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നന്നായി സ്നേഹിച്ച ഭർത്താവ് പോലും നമുക്കെതിരെയാകുന്നൊരു സമയം ഉണ്ടാകാം. നന്നായി സ്നേഹിച്ച ഭാര്യ പോലും നമുക്കെതിരെ പറയുന്നൊരു സമയം ഉണ്ടാകാം. എന്ന് വേണ്ട, മകനിക്കെതിരെ പറയുന്ന ഉമ്മയുണ്ട്, മകനിക്കെതിരെ പറയുന്ന ഉമ്മയുണ്ട്. ശിഷ്യന്മാർക്കെതിരെ പറയുന്ന ഉസ്താദുമാരുണ്ടാകാം, ഉസ്താദുമാർക്കെതിരെ പറയുന്ന ശിഷ്യന്മാരുണ്ടാകാം. ഏതു സ്നേഹത്തിനും പരിധിയുണ്ട്. അതുകൊണ്ട് സ്നേഹം കൊടുക്കുന്നിടത്ത് നീ നന്നായി ശ്രദ്ധിക്കണമെന്ന് സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. അഹ്ബിബ് ഹബീബക ഹൗനമ്മ, നീ ആരെ സ്നേഹിക്കുകയാണെങ്കിലും മിതത്വമുണ്ടാകണം. കാരണം അസാ അൻ യകൂന ബഈദുക യൗമമ്മ, ഇന്നല്ലെങ്കിൽ നാളെ അവൻ നിന്റെ ശത്രുവാകാം, നിന്നോട് ദേഷ്യമുള്ളവനാകാം. അപ്പം നീ കൊടുത്ത സ്നേഹവും നീ കൊടുത്ത എല്ലാ കാര്യങ്ങളും നിനക്കെതിരെയാകാൻ സാധ്യതയുണ്ട്. ദേഷ്യം കൊടുക്കുമ്പോൾ അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിലപാട്, വഅബിഉദു ബഈദക ഹൗനമ്മ അസാ യകൂന ഹബീബക യൗമമ്മ ഔ കമാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ ആരോട് ദേഷ്യം വെക്കുമ്പോഴും പരിധി വെക്കണം. ദേഷ്യം വന്നപ്പോൾ എല്ലാം പറഞ്ഞുപോയി. ഒരു ദിവസം ഈ ദേഷ്യപ്പെട്ട മനുഷ്യനായിരിക്കും എനിക്ക് എന്നോട് ഏറ്റവും സ്നേഹം ഉണ്ടാകുക. പക്ഷെ അങ്ങനെ സ്നേഹം ഉണ്ടാകുമ്പോഴും ദേഷ്യമുള്ള സമയത്ത് നീ പരിധി വെച്ചില്ലെങ്കിൽ എല്ലാം പറഞ്ഞു പോയാൽ പിന്നെ വീണ്ടെടുക്കാൻ പറ്റൂല. അതുകൊണ്ട് ദേഷ്യം വെക്കുന്നിടത്തും പരിധി ഉണ്ടാകണം, സ്നേഹിക്കുന്നിടത്തും പരിധി ഉണ്ടാകണം. സ്നേഹിക്കുന്നിടത്തും പരിധി ഉണ്ടാകണം എന്ന് പറയുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ ശത്രു ആകാൻ സാധ്യതയുണ്ട് അവൻ. അങ്ങനെ തന്നെയല്ലേ? ഇന്നല്ലെങ്കിൽ നാളെ അവൻ്റെ ശത്രു ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്നേഹം കൊടുക്കുന്നിടത്ത് നീ പരിധി വെക്കണമെന്ന് സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ പരിധിയില്ലാതെ സ്നേഹിക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവശ്യപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. കാരണം ഒരു കാലത്തും നമ്മുടെ പ്രതിപക്ഷത്ത് വരാത്ത നേതാവ്, ഒരു കാലത്തും നമ്മളെ ക്ഷമിക്കാത്ത നേതാവ്, ഒരു കാലത്തും നമുക്കെതിരെ പറയാത്ത നേതാവ്. ഞാൻ എത്ര വലിയ കുറ്റവാളികളാണെങ്കിലും എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, അകലെ നിന്ന് കേൾക്കുകയാണെങ്കിലും നിങ്ങൾ കേൾക്കുന്നത് ഹബീബായ തങ്ങളെയാണ്. ഈ ലോകത്ത് എന്നല്ല പരലോകത്തും നമ്മെ ഒഴിവാക്കാത്ത ഒരേ ഒരു മനുഷ്യൻ സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതെ, ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ലോ, ശഫാഅത്തി ലി അഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി, എൻ്റെ ശുപാർശ എൻ്റെ ഉമ്മത്തിലെ ഏറ്റവും മഹാദോഷികൾക്കാണ്, മഹാഭാപികൾക്കാണെന്ന് സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മെ ഏതെങ്കിലും ഒരു കുറ്റകൃത്യങ്ങൾക്ക് പിടിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അതിരുന്ന് സങ്കല്പിക്കുക. ഏതെങ്കിലും ഒരു കുറ്റകൃത്യങ്ങൾക്ക് എന്നെ പിടിക്കപ്പെട്ടപ്പോൾ എൻ്റെ കൂടെയുള്ള കൂട്ടുകാരൊക്കെ എന്നെ തള്ളിപ്പറഞ്ഞു, എല്ലാവരും എന്നെ ഒഴിവാക്കി. ഞാൻ വീട്ടിലെത്തിയപ്പോൾ
ഉമ്മ എന്നോട് മിണ്ടുന്നില്ല, കാരണം എന്നെ പിടിക്കപ്പെട്ട കുറ്റകൃത്യം അത്രയും വലുതാണ്. അങ്ങനെ ഉമ്മയും എൻ്റെ കുടുംബവും മക്കളും ഒക്കെ ഒഴിവാക്കിയ ഒരു മഹാഭാവം അത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയുന്നു. നബി തങ്ങൾ അറിയാതെ നിങ്ങൾക്കൊരു തെറ്റും ചെയ്യാൻ കഴിയൂല. എന്താ പ്രത്യേകത? മുത്തുനബി പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന നന്മ കാണുമ്പോൾ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കും. ഹമിദുല്ലാഹ, ഞാൻ അള്ളാഹുവിനോട് നന്ദി പറയും. നിങ്ങളുടെ നന്മകൾ ഈ നന്നമ്പ്രയിലെ ഈ പള്ളി പരിസരത്ത് ഈ മുത്തഅല്ലിമീങ്ങളാൽ സംഘടിപ്പിക്കപ്പെട്ട ഈ മജ്ലിസിൽ വന്നിരിക്കുന്ന ഈ ഒരു കാഴ്ച, നമുക്കിതിനുള്ള മധുരം എന്താണ്? ഇത് കാണുന്നൊരു റബ്ബുണ്ട്, ഇത് കാണുന്ന സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി കുലിഅമലു ഫസയറല്ലാഹു അമലക്കും വറസൂലു. നബിയോര് പറയണം, നിങ്ങൾ പ്രവർത്തിച്ചോളൂ, നിങ്ങൾ സംഘടിച്ചോളൂ, നിങ്ങൾ പറഞ്ഞോളൂ, കേട്ടോളൂ. നിങ്ങൾ പറയുന്നതും കേൾക്കുന്നതും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ അള്ളാഹു അറിയുന്നുണ്ട്. പോരാ, വറസൂലുഹു, അള്ളാഹുവിൻ്റെ റസൂൽ അറിയുന്നുണ്ട്. മദീനയിൽ നിന്ന് ഈ മജ്ലിസിലേക്ക് കണക്ഷനുണ്ട്. കാരണം കോടിക്കണക്കിന് സ്വലാത്തു ചൊല്ലിയ നാടാണ് ഇത്. ഈ നാട്ടിലേക്ക് മദീനയിൽ നിന്ന് കണക്ഷനുണ്ട്. 3 കോടിയോളം സ്വലാത്തു ചൊല്ലുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് കോടിക്കണക്കിന് പ്രാവശ്യം സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ നാട് അറിയുന്നുണ്ട്, ഈ മഹല്ല് അറിയുന്നുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ചൊല്ലിയ സ്വലാത്തുകൾ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മളെത്ര മഹാഭാഗ്യവാന്മാരാണ്. നിങ്ങൾക്കറിയോ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയാൻ ആഗ്രഹിച്ച ഒരുപാട് മനുഷ്യരെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും ചരിത്രങ്ങളിൽ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കാണാൻ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് അറിയാൻ വേണ്ടി മാസങ്ങളോളം കഠിനാധ്വാനം ചെയ്ത ഒരുപാട് മനുഷ്യരെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഞാൻ ഓർക്കുകയാണ്, അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഗിഫാറിൽ നിന്ന് വരികയാണ് മക്കയിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ വന്ന ആദ്യ സമയമാണ്. ഇസ്ലാമിൽ ആകെ 5 പേരേ ഉള്ളൂ. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ, ബഹുമാനപ്പെട്ട അലി തങ്ങൾ ഉൾപ്പെടെ 5 പേര് മാത്രം ഇസ്ലാമിലുള്ള. ഇസ്ലാമിൻ്റെ ഏറ്റവും ആദ്യ കാലഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിഞ്ഞപ്പോൾ ഗിഫാറിൽ നിന്ന് തൻ്റെ കൊച്ചനുജനെ മക്കയിലേക്ക് പുറപ്പെടുന്ന കച്ചവട സംഘത്തോടൊപ്പം മക്കയിലേക്ക് പറഞ്ഞയച്ച്, ഈ പ്രവാചകൻ വാക്തത്വ പ്രവാചകനാണോ? തൗറാത്തിലും ഇഞ്ചീലിലുമൊക്കെ പറഞ്ഞ മുൻ വേദഗ്രന്ഥങ്ങൾ സൂചിപ്പിച്ച വിളംബരം നടത്തിയ പ്രവാചകനാണോ എന്ന് ഉറപ്പുവരുത്തി ആ അനുജനിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ച് ഗിഫാറിൽ നിന്ന് വരുന്നു അബൂദർ റളിയല്ലാഹു അൻഹു. ആ അബൂദർ റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് വന്നു. അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ മക്കയിലെ എല്ലാ പ്രവിശ്യകളിലേക്കും കയറി ചെന്നു. എവിടെയെല്ലാം മനുഷ്യരുണ്ടോ അവിടെയൊക്കെ ചെന്ന് ഞാൻ വല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്വേഷിച്ചു. 1 മാസം ഞാൻ മക്കയിൽ താമസിച്ചു. മക്കയിൽ എല്ലാ ഇടങ്ങളിലും എനിക്ക് പരിചയമുണ്ട്. അബൂദറുല്ലാഹിന് പിന്നെ പറയുന്നുണ്ട്, മക്കയിൽ ഞാൻ നടക്കാത്ത ഒരു കുന്നുകളുമില്ല, മക്കയിൽ ഞാൻ കയറിയിറങ്ങാത്ത ഒരു പർവ്വത ശിഖരങ്ങളുമില്ല. മക്കയിൽ 1 മാസം ഞാൻ താമസിച്ചത് സംസം മാത്രം കുടിച്ചിട്ടാണ്. ഒരാൾക്കും എനിക്ക് ഭക്ഷണം തന്നില്ല, ഒരാളും ഒരു സൗകര്യം തന്നില്ല. ആരോട് ചോദിച്ചാലും മറുപടി നേരെ എതിരാണ്. ഞാൻ ആകെ കുഴങ്ങിപ്പോയി. എവിടെ നിന്നാണ് കാണുക? സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ കാണാൻ വന്ന ഒരു വിദേശിയോട് മക്കക്കാരു നടത്തിയ ഏറ്റവും നിഷ്ഠൂരമായ രംഗമാണ് അബൂദർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുക. അങ്ങനെ 1 മാസം കഴിയാനായപ്പോൾ ഞാൻ തീരുമാനിച്ചു, എങ്ങനെയെങ്കിലും ഒന്ന് പരസ്യമായി ചോദിക്കാം. രഹസ്യമായ അന്വേഷണങ്ങൾ നിർത്തിയിട്ട് പരസ്യമായി അബൂദർ റളിയല്ലാഹു അൻഹു ഇറങ്ങുകയാണ്. മക്കയിലെ അന്ന് ഏറ്റവും കൂടുതൽ ജനതാമസമുള്ള അജിയാദിൻ്റെ ഭാഗത്തേക്ക്. അജിയാദിലുള്ള പ്രഗത്ഭമായ 2 മലകളുണ്ട്, ജബലുൽ അസ്അറും ജബലുൽ അക്ബറും. ഈ മലക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പർവ്വത ശിഖരങ്ങളിലേക്ക് വിശ്രമിക്കാൻ
വരുന്ന സമയം നോക്കി ഞാൻ ഇറങ്ങി കഅബാലയത്തിൻ്റെ ചാരിൽ നിന്ന് മതിവരോളം സംസം കുടിച്ച് ഞാൻ ഹബീബായ തങ്ങളെ കാണാൻ ഇറങ്ങി. അജിയാദിൻ്റെ മലമടക്കുകളിലൂടെ കയറിയിറങ്ങിയുള്ള സഞ്ചാരങ്ങളിൽ ഞാനൊരു സ്ത്രീയെ കണ്ടു. ആ സ്ത്രീയോട് ഞാൻ അന്വേഷിക്കാമെന്ന് ഞാൻ ഉറപ്പിച്ചു. ആ സ്ത്രീയുടെ അരികെ എത്തിയിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ പുതിയ മതത്തിലേക്ക് പോയ, ലാത്തയെയും ഉസ്സയെയും ഒക്കെ ഒഴിവാക്കി പുതിയ മതത്തിലേക്ക് പോയൊരു മനുഷ്യനില്ലേ? ആ മനുഷ്യൻ എവിടെ നിന്നാ കാണാൻ കഴിയുക? ഇങ്ങനെ ചോദിച്ചപ്പോടെ ആ സ്ത്രീ പൂർണ്ണമായി എന്തോ ശബ്ദത്തിൽ ഉച്ചത്തിൽ വിളിച്ചു പറയാൻ തുടങ്ങി. ഉച്ചത്തിൽ വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോൾ നാലു ഭാഗത്തുനിന്ന് ആളുകൾ ഓടിക്കൂടി. എല്ലാവരുടെ കയ്യിലും ദണ്ടുകളുണ്ട്, വടികളുണ്ട്. വലിയൊരാൾക്കൂട്ടം വന്ന് എന്നെ അടിക്കാൻ തുടങ്ങി. എന്നെ അടിച്ചു ചതച്ച് അജിയാദിൻ്റെ മലമടക്കുകളിൽ ഞാൻ ബോധരഹിതനായി വീണു. അബൂ ദർ റളിയല്ലാഹു അൻഹു പറയാണ്, അർദ്ധരാത്രി അടിഞ്ഞു. എനിക്ക് വെല്ലേ എൻ്റെ കണ്ണൊന്ന് തുറക്കാൻ കഴിഞ്ഞപ്പോൾ ആകാശത്തിലെ നക്ഷത്രം എനിക്ക് കാണുമ്പോഴാണ് ഞാൻ മരിച്ചില്ലെന്ന് ഓർമ്മ വരുന്നത്. എൻ്റെ ഓർമ്മ തിരിച്ചു കിട്ടി. വെല്ലെ എണീക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ വഴിതിപ്പോവുകയാണ്. എൻ്റെ ശരീരം മുഴുവനും വടിയുടെ പാടുകൊണ്ട് രക്തമൊലിക്കുന്ന വലിയ വലിയ വേദനകളുള്ള ഗർത്തങ്ങളുണ്ട്. ഞാൻ വെല്ലെ എണീറ്റു. വീഴാൻ പോയി, വീണ്ടും എണീറ്റു. പതുക്കെ പതുക്കെ ഞാൻ മെല്ലെ മെല്ലെ കഅബാലയത്തിൻ്റെ അരികിലേക്ക് തന്നെ പോയി. സംസമിൻ്റെ അരികിൽ ചെന്നുകൊണ്ട് അല്പം സംസം കോരിയിട്ട് എൻ്റെ ശരീരത്തിലൂടെ ഒഴിച്ചു. അബൂ ദർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ സംസം കോരി ഒഴിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ നമ്മുടെ മജ്ലിസിലേക്ക് വന്ന ഉടനെ നമുക്ക് ദുആയിലേക്ക് കടക്കണം. അല്ലാഹു നമ്മുടെ സാദാത്യങ്ങൾക്ക് മുഴുവനും വലിയ ബറക്കത്ത് നൽകുമാറാവട്ടെ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറഞ്ഞത്, സ്വതന്ത്രമായി പറയാൻ പറ്റുന്ന ഈ രാജ്യത്ത്, സ്വതന്ത്രമായി പറയാൻ പറ്റുന്ന നമ്മുടെ വീട്ടിൽ ഇരുന്ന് നമ്മൾ ചൊല്ലിയ സ്വലാത്ത് ഇതൊരു വലിയ കാര്യമാണെന്നൊന്നും നമ്മൾ കരുതേണ്ടതില്ല. നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ചെയ്യാൻ വേണ്ടി ശ്രമിച്ചവർ എത്ര പേരാണ്? അബൂ ദർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ സംസം കിണറിൻ്റെ അരികിലെത്തി. സംസം കോരിയിട്ട് എൻ്റെ ശരീരത്തിലൂടെ ഒഴിച്ചപ്പോൾ രക്തം കലർന്ന ചുവപ്പ് വെള്ളം ഇങ്ങനെ ഒലിച്ച് സംസം കിണറിലേക്ക് ഒഴുകാൻ തുടങ്ങി. ആ രക്തം ഒലിച്ചു പോകുന്ന ശരീരത്തിൻ്റെ നീറ്റലുകൾക്കുള്ളിൽ എൻ്റെ മനസ്സിൽ എന്തോ ഒരു ഉറപ്പ് കിട്ടി, ഈ മക്കയിൽ നിന്ന് കാണാതെ തിരിച്ചു പോകൂല. അവിടെയാണ് ഈമാൻ. നിങ്ങൾ കണ്ടില്ലേ, ഗസയിൽ പിടഞ്ഞു മരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കോൺക്രീറ്റ് സ്ലാബുകൾക്കിടയിലും മർഹബ പാടുന്ന, ത്വലഅൽ ബദ്ർ പാടുന്ന മക്കളുണ്ട്. അവർ ഹൃദയങ്ങളിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് യഖീന് കൊടുത്തു റബ്ബുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എൻ്റെ കൽബിലേക്ക് ഒരു ഉറപ്പ് കിട്ടി, ഇനി മക്കയിൽ എത്ര പീഡനങ്ങൾ സഹിച്ചാലും എനിക്ക് ഹബീബായ നബി തങ്ങളെ കാണണം. അങ്ങനെ ഞാൻ വിശ്രമിച്ചു, ക്ഷീണിച്ചു വിശ്രമിക്കുമ്പോൾ എൻ്റെ അരികിലൂടെ ഒരു ചെറിയ കുഞ്ഞ് നടന്നുപോയി. ചെറിയൊരു പയ്യൻ എൻ്റെ അരികിലൂടെ നടന്നുപോയി. സുബ്ഹാനല്ലാഹ്, ആ കുട്ടി എങ്ങനെ എൻ്റെ അരികിലൂടെ നടന്നുപോയിട്ട് എന്നെ ശ്രദ്ധിച്ചിട്ട് പറഞ്ഞു, 1 മാസമായില്ലേ മക്കയിൽ, ഇനിയും നിങ്ങൾ കണ്ടില്ലേ? ഈ ഒരു വാക്ക് എനിക്ക് വല്ലാതെ എന്നെ സ്വാധീനിച്ചു. ഞാൻ ഇതുവരെ അന്വേഷിച്ചവരൊക്കെ എതിരു പറഞ്ഞൊരു മനുഷ്യൻ, ഒരു ചെറിയ കുട്ടി വന്നിട്ട് എന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഉടനെ ആ കുട്ടി പറഞ്ഞു, നിങ്ങൾ എന്നോട് പരിചയപ്പെടേണ്ടതില്ല, നിങ്ങളൊരു വിദേശിയാണ്. ഇന്നലെ അജിയാദിൻ്റെ ജബലുൽ അസ്വറിൽ നിങ്ങൾക്ക് അനുഭവിച്ച അനുഭവങ്ങളെ ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ അപരിചിതനായി എന്നെ പിന്തുടർന്നോളൂ. ആരായിരുന്നു ഈ കുഞ്ഞുമോനെന്നറിയോ? സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഇസ്ലാമിലെ ഏറ്റവും ചെറിയ കുട്ടിയാണ്, അല്ലെങ്കിൽ ചെറുപ്രായത്തിൽ വിശ്വസിച്ച മഹാനാണ് അലി റളിയല്ലാഹു അൻഹു. ആ കുഞ്ഞിനെയും അലി റളിയല്ലാഹു അൻഹു ആകുന്ന ചെറിയ കുഞ്ഞ് ഇങ്ങനെ അകലെ നടന്നു. അബൂ ദർ റളിയല്ലാഹു അൻഹു ആ കുട്ടിയെ നോക്കി നടന്നു. ആ കുട്ടി ജബലു സഫാ പർവ്വതം കഴിഞ്ഞ് ജബലു അബീ ഖുബൈസിൻ്റെ ചാരയുള്ള ചെറിയ വീട്ടിലേക്ക്, അർക്കമിൻ്റെ വീട്ടിലേക്ക്, ദാറുൽ അർക്കമിലേക്ക് കയറിപ്പോയപ്പോൾ ഞാൻ ആ വീട്ടിലേക്ക് കയറി. അബൂ ദർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ആ വീട്ടിലേക്ക് കയറിയപ്പോൾ
അവിടെ നല്ല പ്രസന്നവദനമുള്ള ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദ്യ ദൃഷ്ടിയിൽ തന്നെ എൻ്റെ കൽബിൽ ഈമാൻ വർദ്ധിച്ചു. ഞാൻ ഷഹാദത്തു കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഉടനെ അബൂദർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഞാനിതൊന്ന് ഉറക്കെ പറയട്ടെ യാ റസൂലല്ലാഹ്, ഞാൻ തങ്ങളെ മേലൊന്ന് ഉറക്കെ സ്വലാത്തു ചൊല്ലട്ടെ യാ റസൂലല്ലാഹ്, ഈ ഷഹാദത്തിന്റെ കലിമയൊന്ന് ഞാൻ വിളംബരപ്പെടുത്തട്ടെ എന്ന് അബൂദർ റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങളെ മറുപടി, വേണ്ട മോനെ, സമയമാകുമ്പോൾ തിരിച്ചു വരാം, നീ ഇഫാറിലേക്കു തന്നെ പോകണം, ഇഫാറിലെത്തിയിട്ട് രഹസ്യമായ പ്രബോധനം നടത്തണം, നിനക്ക് മക്കയിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നൊരു സമയമുണ്ട്, ആ സമയത്ത് നിനക്ക് മക്കയിൽ വന്ന് എന്നെ പറയാൻ സ്വാതന്ത്ര്യമുണ്ടാകുന്ന രാജ്യത്ത് പറയാം. അബൂദർ റളിയല്ലാഹു അൻഹു വെല്ലെ ഇറങ്ങിയ ദാർക്കമിൻ്റെ വീട്ടിൽ നിന്ന് ദാറുൽ അർക്കമിൽ നിന്ന് ഇറങ്ങിയിട്ട് കഅബാലയത്തിൻ്റെ ചാരെ സംസം കിണറിനടുത്ത് വന്നിട്ട് നന്നായി സംസം കോരി കുടിച്ച് കഅബാലയത്തിൻ്റെ ചാരെ നടന്നു. വീണ്ടും മജിയാദിലൂടെ പഴയ ഒരു സൂക്ക് അല്ലെങ്കിൽ പഴയ ചന്തയിരുത്തിയപ്പോൾ ഒരുപാട് മനുഷ്യരുണ്ട് അവിടെ. ആ മനുഷ്യരെ കണ്ടപ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹുവിൻ്റെ പരിസരം മറന്നുപോയി. ഞാൻ കണ്ടതു, ഞാൻ അനുഭവിച്ചത്, ആ ഒരു മധുരം അനുഭവിക്കാത്ത മക്കദേശത്തുള്ള ഈ മനുഷ്യരെ കണ്ടപ്പോൾ, അപജയങ്ങളിൽപ്പെട്ട അധമരായൊരു കൂട്ടം മനുഷ്യരെ കണ്ടപ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹു ഉറക്കെ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ഷഹാദത്തിന്റെ കലിമ ഉച്ചരിച്ചതിൻ്റെ പേരിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് പറഞ്ഞതിൻ്റെ പേരിൽ അബൂദർ റളിയല്ലാഹു അൻഹുവിന് പൊതിരെ തല്ലുകിട്ടി. ആ രാത്രിയും അവിടെ തല്ലുകൊണ്ട് കിടന്ന് അബൂദർ റളിയല്ലാഹു അൻഹു ഇഫാറിലേക്ക് മടങ്ങുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയാൻ പറ്റുന്ന ഈ രാജ്യത്ത് അള്ളാഹുവിൻ്റെ ഹബീബായ നബി തങ്ങളെ പറയാൻ അള്ളാഹു നമുക്ക് തന്ന ചുണ്ടും നാവുമൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചൊല്ലിയ സ്വലാത്തുകൾ, ഈ സ്വലാത്തുകൾ ഏറ്റവും ധന്യമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേലിൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകൾ, സുബ്ഹാനല്ലാഹ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വേണ്ടി തിരിച്ചു തരികയാണ്. നമ്മൾ എത്ര സ്വലാത്തു ചൊല്ലിയോ ആ ഹബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ നോക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ അറിയുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയണം. ഓരോ പ്രാവശ്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കണം. സ്വലാത്തു ക്യാമ്പയിൻ ആചരിക്കുന്നത് ഈ സമയത്ത് മാത്രം സ്വലാത്തു ചൊല്ലുക എന്നതല്ല. അല്ലേ? ചിലപ്പോൾ അങ്ങനെയൊക്കെ നമുക്കൊരു സംശയം ഉണ്ടാവും, സ്വലാത്ത് എപ്പോഴും ചെല്ലേണ്ടത്. എന്നോട് ഒരാൾ പറഞ്ഞു, ഈ സ്വലാത്തിൻ്റെ എണ്ണം പിടിച്ച് ചെല്ലുന്ന എന്തിനാണ്? കേട്ടാൽ തോന്നും എണ്ണം പിടിക്കാതെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ? ഒരു ക്യാമ്പയിൻ അല്ലെങ്കിൽ ഒരു സംരംഭം എന്നത് അത് മനുഷ്യരെ നശാത്തിലാക്കാൻ വേണ്ടിയാണ്. എങ്ങനെയാണ്? ചില വിഷയങ്ങൾ അങ്ങനെയാണ്. വിശുദ്ധ ഖുർആനിനെ 114 സൂറത്തുകളായി അല്ലാഹു തആല തിട്ടപ്പെടുത്തി. അത് ഖിറാഅത്തിൽ പാരായണം ചെയ്യുന്നവർക്ക് ഖുർആൻ ഓതാനുള്ള നശാത്തുണ്ടാകാനാണ്. കാരണം അൽബക്കറ കഴിഞ്ഞാൽ അടുത്ത സൂറത്ത് തുടങ്ങാൻ ആഗ്രഹം ഉണ്ടാവും. അല്ലേ? നേരെ മറിച്ച് ഫാത്തിഹ മുതൽ ഒറ്റ അധ്യായമാണെങ്കിൽ പലർക്കും അത് ഓതി പൂർത്തിയാക്കാൻ കഴിയൂല. അപ്പം ചില കാലയളവിൽ ചിലത് നടത്തുന്നത് മറ്റുള്ള സമയത്ത് നടത്താനുള്ള നശാത്തിനു വേണ്ടിയാണ്. സലാത്തു ക്യാമ്പയിൻ്റെ സമാപനം കഴിഞ്ഞാൽ പിന്നെ ഇനി സലാത്തെല്ലാം ഉണ്ടാകുന്നല്ല, എല്ലാ സമയത്തും ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിന് റബീ ആകുമ്പോൾ നമ്മളൊന്ന് വർദ്ധിപ്പിക്കുന്നു. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നമ്മൾ ചൊല്ലിയ സ്വലാത്തുകൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ കാണുന്നുണ്ട്. നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് ഉയർച്ച ലഭിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
നമ്മുടെ തങ്ങളുടെ സാന്നിധ്യം എപ്പോഴും നമ്മൾ ഉറപ്പിച്ചോളണം. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെപ്പോഴെങ്കിലും നമ്മുടെ അടുത്തേക്ക് വരുന്നത് നമ്മളെപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരികയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, മുത്തുനബിയെ സ്വീകരിക്കാൻ പറ്റുന്നൊരു ഹൃദയം നമുക്കുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടമാകണം നമ്മുടെ ഇഷ്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരാൻ പറ്റാത്ത ഒരു വീടും നമ്മുടെ നാടിലുണ്ടാകാൻ പാടില്ല. കണ്ടില്ലേ, ഹബീബ് തങ്ങൾ വരുന്നു. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് റസൂലുള്ളാഹി തങ്ങളെ ബുയൂത്തിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായ ബുയൂത്തുകൾ അത് പറയുന്നിടത്ത് അയിമ്മത്ത് പറഞ്ഞത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ വീടാണ് എന്നാണ്. എന്നാൽ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈത്തുർ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ വീട് അത് ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ വീടാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട് റസൂലുള്ളാഹി തങ്ങൾ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അതിൻ്റെ മുകളിൽ ഇന്നും ഖുബ്ബത്തുൽ ഖദ്റ വരുന്ന നിലക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പം കടക്കുന്നില്ല. അങ്ങനെ ലോകത്ത് തുല്യതയില്ലാത്ത വീട്, ജിബ്രീൽ അലൈഹിസ്സലാം പല പ്രാവശ്യം കയറി ഇറങ്ങിയ വീട്, എല്ലാ മഹാന്മാരും ഇപ്പോഴും തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓർത്തുകൊണ്ടിരിക്കുന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുജറകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഹുജറയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുമ്പോൾ വീടിൻ്റെ മുറ്റത്തെത്തുമ്പോൾ മുത്തുനബി തിരിഞ്ഞു നടക്കുകയാണ്. ആയിഷ ഉമ്മയുടെ ചോദ്യം, യാ റസൂലല്ലാഹ്, കയറാതെ പോകുകയാണോ? ആയിഷ ഉമ്മയോട് മുത്തുനബിയുടെ മറുപടി, ഞാൻ നബിയുർ റഹ്മ, റഹ്മത്തിൻ്റെ നബിയാണ്. റഹ്മത്തിൻ്റെ മലക്കുകൾക്ക് പ്രവേശനമില്ലാത്ത ഒരു സ്ഥലത്തും റഹ്മത്തിൻ്റെ നബിക്ക് പ്രവേശിക്കാൻ കഴിയൂല. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ചിന്തിക്കുകയാണ്, എന്താ പറഞ്ഞത്? അപ്പയാണ് ശ്രദ്ധയിൽപ്പെടുന്നത് ആരോ കൊടുത്തയച്ച ഒരു ഗിഫ്റ്റ്, ഒരു അതിയ. ആദിയയിൽ കിട്ടിയ ഒരു ടർക്കി അല്ലെങ്കിൽ ഒരു വിരിപ്പ്, അത് ആയിഷ ഉമ്മയുടെ വീടിൻ്റെ വാതിലിൽ തൂക്കിയിട്ടിട്ടുണ്ട്. സുന്ദരമായ വിരിപ്പിൽ പൂർണ്ണമായ ആകൃതിയുള്ള ഒരു ജീവിയുടെ ഫോട്ടോ ഉണ്ട്. ആ ജീവിയുടെ ഫോട്ടോമുള്ള സ്ഥലത്ത് നബിയുർ റഹ്മാൻ, റഹ്മത്തിന്റെ നബിക്ക് പ്രവേശിക്കാൻ കഴിയാതെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ തിരിഞ്ഞു നടന്നുവെങ്കിൽ, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഹബീബായ തങ്ങൾ വരുന്ന വീടാണല്ലോ മുഅ്മിനീങ്ങളെ വീട്. തനസ്സലുൽ മലായികത്തു വറൂഹു, തനസ്സലുൽ മലായികത്തു വറൂഹ്. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ ജിബ്രീൽ അലൈഹിസ്സലാം വരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ജിബ്രീലിനേക്കാളും ശ്രേഷ്ഠമുള്ള സയ്യിദുർ റൂഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്ന രാത്രിയാണ്. ലൈലത്തുൽ ഖദ്റിൽ മാത്രമല്ലല്ലോ നബി തങ്ങൾ വരുന്നത്. വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തർബിയത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയന്ത്രണം മുഅ്മിനീങ്ങളുള്ള മുഴുവൻ ഇടങ്ങളിലും ഉണ്ട്, ലഭ്യമാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വരാൻ പറ്റുന്ന വീട് അല്ലേ? ഉമ്മമാർ എപ്പോഴെങ്കിലും ഒഴിഞ്ഞിരുന്ന് കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയ ഉമ്മമാരല്ലേ? ഈ സ്വലാത്തിൻ്റെ സമാപന വേദി കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് അല്പം സ്വലാത്തു ചൊല്ലി ഹബീബായ നബിതങ്ങളെ ഒന്ന് ഓർക്കും. ആ നബിതങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ ആ മുത്തുനബിയെ കൈപിടിച്ച് നമ്മുടെ വീട്ടിലേക്ക് കയറ്റിയിരുത്താൻ കഴിയോ? അല്ലേ? ഞാനിപ്പോൾ അടുത്ത് എന്നെ കാണാൻ വന്ന വിവാഹം ചെയ്യുന്ന ഒരു കുട്ടിയോട് ചോദിച്ചു, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് പാട്ടുപാട്ടൊക്കെ ഉണ്ടായി,
അത് കഴിഞ്ഞ് അവനൊരു കുറ്റബോധം തോന്നി എൻ്റെ അടുത്ത് വന്നപ്പോൾ ചോദിച്ചു, ആ കല്യാണ നാട്ടിൽ രാവിൽ അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ തലേ ദിവസം നിൻ്റെ വീട്ടിൽ നടന്ന ആ പ്രോഗ്രാമിലേക്ക് ഹബീബായ തങ്ങൾ വരികയാണെങ്കിൽ നിബിതങ്ങൾ ആ സദസ്സിലേക്ക് കയറ്റിയിരുത്താൻ പറ്റുമോ? അല്ലേ, നമ്മുടെ കല്യാണത്തിൻ്റെ തലേ ദിവസമൊക്കെ നിബിതങ്ങൾ വരലോക്കിയിട്ട് പള്ളിയിലെ മൗലിയിലേക്ക് തന്നെ പോകാൻ പറ്റാത്ത രീതിയിലാണുള്ളത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇവിടെ അത്രയൊന്നും ഉണ്ടാവില്ല. വലിയ ആലിമീങ്ങളും പഴയ ഒരുപാട് സ്വാലിഹീങ്ങളും ജീവിച്ച രാജ്യമാണിത്. അല്ലേ, ബഹുമാനപ്പെട്ട സയ്യിദ് അലി ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ. അവിടുത്തെ മദത് നമ്മളിലും കുടുംബങ്ങളിലൊക്കെ അള്ളാഹു തആല നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കല്യാണ ദിവസം, നമ്മുടെ മരണവീട്, നമ്മുടെ വീട് കൂടുന്ന വീടിൻ്റെ ഉദ്ഘാടന ദിവസം, എല്ലാ സമയങ്ങളിലും ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടതാരാണ്? സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. സ്വലാത്തിലാണില്ല, മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ പുതുമണവാളനായി ഇറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് എൻ്റെ ഉമ്മയാണെന്ന് നമുക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ, ആ ഉമ്മയെക്കാളും എന്നെ സ്നേഹിക്കുന്ന ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇതെൻ്റെ കല്യാണത്തിൻ്റെ ദിവസം സന്തോഷിക്കണം. ഹബീബ് മുഖം തിരിച്ച ഒരു വിവാഹ സുദിനവും ബറക്കത്തില്ല. ഹബീബായ നബിതങ്ങൾക്ക് വരാൻ പറ്റാത്ത ഒരു ഫംഗ്ഷനിലും അള്ളാഹുവിൻ്റെ ബറക്കത്ത് ഇറങ്ങൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരണം, നമ്മളെ വീട്ടിലേക്ക് വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കണം. അതൊന്നും വേണ്ട എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ. ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് കാണേണ്ടവരല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി. അത് ഹയാത്തിൽ കണ്ടവരെത്രയാണ്. എന്നാൽ ഹയാത്തു സമയത്ത് ഏറ്റവും ആവശ്യമുള്ളത് നമ്മുടെ മരണസമയം കാണലാണ്. ബഹുമാനപ്പെട്ട ജഅഫർ തങ്ങളോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മഹാന്മാരുദ്ധരിക്കുന്നത് കാണാം. കാണാൻ ആഗ്രഹിച്ചു സ്വലാത്തു ചൊല്ലുന്നത് അറിയാഞ്ഞത് കൊണ്ടല്ല, മരിക്കുന്ന സമയത്താകാമെന്ന് കരുതി ഒറ്റ ചാൻസേ എനിക്കിനെ കാണാനുള്ളൂ, അത് മരണസമയത്തേക്ക് നീട്ടിവെച്ചതാണ്. മരിക്കുന്ന സമയത്തെങ്കിലും ഹബീബായ തങ്ങളെ നമുക്ക് കാണണം. ഇനി അവിടെയൊന്നും കാണാൻ അർഹതയില്ലെങ്കിലും കാണാൻ അർഹമായൊരു സ്ഥലമുണ്ട്. അത് നമ്മുടെ എല്ലാവരുടെയും ഖബറിലാണ്. എൻ്റെ ഉമ്മമാരെ, മുന്നിൽ കിടക്കുന്ന ഈ ഖബറാളികൾ എല്ലാവരും ഹബീബായ തങ്ങളെ കണ്ടു. ഖബറിലുള്ള ചോദ്യം കഴിഞ്ഞിട്ട് സുആലിൻ്റെ ഏറ്റവും അവസാനം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാട്ടിയിട്ട് മാദാ തഖൂലു ബിഹാദർ റജുൽ, ഈ മനുഷ്യനെ സംബന്ധിച്ച് എന്ത് പറയാനുണ്ടെന്ന് കേൾക്കാത്ത ഒരു ഖബറാളിയും നമ്മുടെ ഖബർസ്ഥാനിൽ വിശ്രമിക്കുന്നില്ല. അറിഞ്ഞവർ ഫാസമൻ ഫാസ, തിരിച്ചറിയാൻ കഴിഞ്ഞവർ വിജയിച്ചു പോയി. ആ ഖബറിൽ വെച്ച് തിരിച്ചറിയാൻ കഴിയണം, ആദരിക്കാൻ കഴിയണം. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട അഹ്മദ് റളാ ഖാൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ വസായയിൽ പറയുന്നത് കാണാം, നിങ്ങൾ എന്നെ മറവ് ചെയ്യുന്നത് കാമിലായ ഖബറിലാകണം. ശിഷ്യന്മാരെ ചോദ്യം, എന്താണ് ഇങ്ങനെ ആവശ്യപ്പെടാനുള്ള കാരണം? അവിടുന്ന് പറയുന്നുണ്ട്, എന്നോട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണിച്ചിട്ട് ഈ റജുലിനെ സംബന്ധിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിക്കുന്നൊരു സമയം മുത്തുനബി എൻ്റെ വീടിൻ്റെ ഖബറിലേക്ക് വെളിവാകുമ്പോൾ എനിക്ക് എണീറ്റു നിന്ന് ആദരിക്കാൻ കഴിയണം. ഞാൻ എണീറ്റു നിന്നാൽ തല തട്ടാത്ത രീതിയിൽ എൻ്റെ കാമിലായ ഖബർ സംവിധാനിക്കണമെന്ന് വസിയ്യത്ത് ചെയ്ത മഹാന്മാര്, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ജീവിതത്തിൽ കാണാൻ ഭാഗ്യം ലഭിച്ചില്ലെങ്കിൽ അവിടുത്തെ ഹയാത്തുകാലത്ത് കാണാൻ കഴിയാത്ത ഹതഭാഗ്യരാണ് നമ്മൾ. അവിടുത്തെ വഫാത്തിൻ്റെ ശേഷം കണ്ടാലും ഉത്തമമാണെന്ന് മുത്തുനബി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അവിടുത്തെ വഫാത്തിൻ്റെ ശേഷവും യഖ്ലത്തിൽ കണ്ട മഹാന്മാരുണ്ട്. അനസ് ബിൻ മാലിക് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, സ്വഹാബത്തിൽ പലരും പറഞ്ഞിട്ടുണ്ട്, അതേ അയിമ്മത്ത് മുഴുവനും കണ്ടിട്ടുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാത്ത അയിമ്മത്തുകളെ നമുക്ക് വായിക്കാൻ കഴിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ കഴിയൂല എന്ന് ആദ്യം വാദിച്ച്
ഇബ്നു തൈമിയ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കഴിയൂല. എല്ലാ അയിമ്മത്തും പറഞ്ഞത് കണ്ടു എന്നാ. നമുക്കും കാണണം. കാണാൻ ഏറ്റവും ആവശ്യമുള്ള സമയം നമ്മുടെ മരണസമയമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ കോടിക്കണക്കിന് സ്വലാത്തുകൾ അതിന് സബബാക്കി തരട്ടെ. ഇനി മരണസമയത്ത് നമ്മൾ കണ്ടില്ല എന്നൊരു പരാതിയൊന്നുമില്ല. നമ്മളെ കാണുന്ന ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇടപെടലുണ്ടാകണം. മരണസമയത്തും കണ്ടില്ലെങ്കിൽ നമുക്ക് കാണാൻ ഒരേ ഒരു ചാൻസ് ഉണ്ട്. അത് നമ്മുടെ ഖബറിലാണ്. ആ ഖബറിൽ എല്ലാവരും കാണും. വിജയിച്ചവർ തിരിച്ചറിയും. ഇവിടുന്ന് പരിചയമുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയും. ആദാ റസൂലുള്ളാഹ്, ഇത് അള്ളാഹുവിൻ്റെ റസൂലാണ്. ഞാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിക്കാനും ഖബറിലെങ്കിലും ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അവിടെ ലാ അദിരി, അറിയില്ല എന്ന് മറുപടി പറയുന്ന ചില മനുഷ്യരുണ്ട്. അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ റഹ്മാനേ. ഖബറിൽ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടുന്ന് അങ്ങോട്ടുള്ള മുഴുവൻ ഘട്ടവും അപകടമാണ്. അതുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരാൻ പറ്റുന്ന ഖബർ, ആ ഖബറിലെ സാഹിബിൻ്റെ ഖൽബ് സലീമാകണം. സലീമായ ഹൃദയത്തോടെ ഖബറിലേക്ക് ചെന്നവൻ്റെ മുൻവിരുന്ന് ഹബീബായ തങ്ങളെ കാണലാണ്. കണ്ടുകിട്ടിയാൽ പിന്നെ ടെൻഷനില്ല. നംകന ഉമ്മത്തിൽ ഉറൂസ്, ആദ്യരാത്രിയുടെ വധുവരന്മാരുടെ കുശലം പറയലും അവിടുത്തെ വിശ്രമം പോലെ സുഖജീവിതമാണ് ബർസഖിയായ ഘട്ടം. കണ്ടുകിട്ടിയില്ലേ, അപകടങ്ങളാണ്. അതുകൊണ്ട് ഖബറിലെങ്കിലും കാണണം, ഹയാത്തുകാലത്തു കാണണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള ഈ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഹരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നിർവഹിച്ചു കൊണ്ടിരിക്കണം. ഒരു നിശ്ചിത സമയത്തു ക്യാമ്പയിൻ അവസാനിക്കുന്നതോടെ നിർത്തിവെക്കേണ്ടതല്ല. ചൊല്ലൂ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ മഹബ്ബത്തിൻ്റെ സ്നേഹസുതയായ സ്വലാത്ത് ഈ നാടിൻ്റെ ഹരമാകണം, മുഅ്മിനീങ്ങൾ ഹരമാകണം. സുബ്ഹാനല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മുടെ ജീവിതത്തിൽ എല്ലാറ്റിലും ഉപരി നമുക്ക് സ്നേഹിക്കാൻ കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മെ ഏറ്റവും സ്നേഹിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഓരോരോ ഉയർച്ചയിലും നമ്മളെ ഉമ്മ സന്തോഷിക്കുന്നതിനേക്കാളും നമ്മുടെ ഉപ്പ സന്തോഷിക്കുന്നതിനേക്കാളും സന്തോഷിക്കേണ്ടത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഏതു സ്നേഹമുള്ള ഉമ്മയാണെങ്കിലും റസൂലുള്ളാഹി തങ്ങളെക്കാളും സ്നേഹിക്കാൻ അള്ളാഹു പ്രകൃതിപരമായി ഒരു ഹൃദയങ്ങൾക്കും അള്ളാഹു കഴിവ് നൽകിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യമുണ്ടാകണം. അവിടെയാണല്ലോ നമ്മെ രൂപപ്പെടുത്തുന്നത്. വലാ തജ്ഹർ ബിസ്വലാത്തിക്, നിങ്ങളെ നിസ്കാരങ്ങളിൽ പോവും നിങ്ങൾ അട്ടഹാസം നിർവഹിക്കരുത്, ശബ്ദം ഉയർത്തേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ അദബേതാണ്. നബിയെ ലാ തർഫഉ, നബിയെ മുഅ്മിനീങ്ങളോട് അല്ലാഹു പറയുന്നത് നബി തങ്ങളെ മുമ്പിൽ ശബ്ദമുയർത്തരുത് എന്നതാണ്. നമ്മുടെ ശബ്ദത്തിൻ്റെ മിതത്വമുണ്ടാകണം. കാരണം നമ്മെ എല്ലാ സമയത്തും നമ്മെ കാണുന്ന അല്ലെങ്കിൽ നമ്മെ നിയന്ത്രിക്കുന്ന നമുക്ക് അവിടുത്തെ എല്ലാ നിലക്കുമുള്ള കാവൽ അല്ലാഹു നമുക്ക് നൽകട്ടെ. ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ്റെ ശബ്ദത്തിൻ്റെ മിതത്വമുണ്ടാകണം, അവൻ്റെ നടത്തത്തിൽ മിതത്വമുണ്ടാകണം. അള്ളാഹുവിൻ്റെ ഖുർആൻ മുഅ്മിനീങ്ങളോട് പറഞ്ഞത് അങ്ങനെയല്ലേ? അള്ളാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചര്യ അങ്ങനെയാണ്. വഖ്സിദ് ഫീ മശീഖ്, നടത്തത്തിൽ മിതത്വമുണ്ടാകണം. അലൈക്കും ബിസ്സകീനത്തി അലൈക്കും ബിൽ ഖസ്തി ഫിൽ മശീ ബിജനാഇസികും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ പോലും നിങ്ങൾ മിതത്തിലാണ് നടക്കേണ്ടത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്ന
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യനും സുബ്ഹാനല്ലാഹ് അവൻ്റെ അതിക്രമമുണ്ടായിക്കൂടാ, നടത്തത്തിലുണ്ടായിക്കൂടാ, അവൻ്റെ സംസാരങ്ങളിലുണ്ടായിക്കൂടാ, അവൻ്റെ സാമൂഹ്യ ബന്ധങ്ങളിലുണ്ടായിക്കൂടാ, അവൻ്റെ എല്ലാ വിഷയങ്ങളിലും സുബ്ഹാനല്ലാഹ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രതീക്ഷിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുകയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുബ്ഹാനല്ലാഹ് എല്ലാ സമയത്തും നമ്മുടെ മുന്നിൽ കാണുന്നത് പോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ നടക്കുന്നത് പോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ജീവിക്കുന്നത് പോലെ ജീവിക്കേണ്ട ഗജ്ജയാണ് വിശുദ്ധ ഖുർആൻ ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ സ്നേഹിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അശദ്ദു ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ എനിക്ക് ഇഷ്ടമുള്ളത്, എന്നെ കാണാതെ എൻ്റെ മഹബത്ത്, എന്നെ കാണാൻ ഇഷ്ടം വെക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അനുയായികളെയാണെന്ന് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ അത് യഖ്ളത്തിലും മനാമിലും ഉണ്ടാകാൻ, ഖബറിലെങ്കിലും ഹബീബായ നബി തങ്ങളെ തിരിച്ചറിയാൻ, മഹ്ശറയിൽ നബി തങ്ങളെ ജവാറു ലഭിക്കാൻ, സ്വർഗത്തിൽ ഹബീബായ തങ്ങളെ മുറാഫഖത്തു ലഭിക്കാൻ സബബായി നമ്മൾ ചൊല്ലിയ കോടിക്കണക്കിന് സ്വലാത്തുകൾ അല്ലാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം എന്ന വാക്കുകൊണ്ട്, എന്ന വിശുദ്ധ ഖുർആനിൻ്റെ വചനം കൊണ്ട് ഈ വലിയ സദസ്സ് ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. അല്ലാഹു ജല്ല ജലാലുഹു ഈ ദറസിനെ സ്നേഹിക്കുന്നവർ, നമ്മുടെ മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഉമ്മമാർ, അല്ലാഹു എല്ലാവർക്കും നീ ഖൈർ, സന്തോഷം നൽകണം റഹ്മാനെ, വലിയ ബറക്കത്ത് നൽകണം റഹ്മാനെ. മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ചെറിയ വിഷയമല്ല.